ഇല്ല എന്ന് നമുക്കറിയാം. നേരെ മറിച്ച് മനുഷ്യൻ എന്ന മഹാസൃഷ്ടിയെ ഈ പ്രപഞ്ചത്തിന്റെ അനന്തപരകോടി ജീവജാലങ്ങൾക്കിടയിൽ സവിശേഷമായ ബുദ്ധി നൽകിയ, ആഴിയുടെ അഗാധതകളിൽ നീന്തിത്തുടിച്ച് അത്ഭുതങ്ങൾ വാരിക്കോരി മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു സൃഷ്ടി, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ അത്ഭുതത്തോടുകൂടി നാം നോക്കിക്കണ്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വിമാനങ്ങൾ പറക്കാത്ത ഒരു കാലം, കോൺകോഡ് വിമാനങ്ങൾ പറക്കാത്ത കാലം, നമ്മൾ പറയുന്ന ബോയിങ് ഫ്ലൈറ്റുകൾ അന്തരീക്ഷത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് പറക്കാത്ത കാലം, എയർപോർട്ടുകൾ ഇല്ലാത്ത കാലം, ഡൽഹൌസി പ്രഭുവിന്റെ കാലത്ത് ഇവിടെ നമ്മൾ ട്രെയിൻ കണ്ടെത്തി അത്ഭുതാവഹമായ വളർച്ചകൾ ലോകത്ത് നേടിയെടുത്തു. പടിപടിയായി ലോകം ഉയർന്നു. അവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്: എന്തിനാണ് വിശ്വാസം? എന്തിലേക്കാണ് വിശ്വസിക്കേണ്ടത്? വിശ്വാസത്തിന്റെ ബൈ പ്രൊഡക്റ്റുകൾ എന്താണ്? വിശ്വാസം കൊണ്ട് നേടാൻ എന്താ ഉള്ളത്? മഹാനായ റബീ ഇബ്നു ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന്, ആരാ നിങ്ങള്? ഈ പരിക്കൻ പുതപ്പ് പതച്ച് കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് രാജാവിന്റെ സിംഹാസനം വരെ വരാൻ നിങ്ങൾക്ക് ധീരത നൽകിയ, നിങ്ങൾക്ക് ധൈര്യമുണ്ടായ ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരെന്താണ്? ദുനിയാവിന്റെ ഇടുക്കത്തിൽ നിന്ന് സ്വർഗലോകത്തിന്റെ വിഹായസിലേക്ക്, വിശാലതയിലേക്ക്, ലോകത്തിന്റെ അനീതിയിൽ നിന്ന് നീതിയുടെ ലോകത്തേക്ക്, സൃഷ്ടിപൂജയിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ലോകത്തെ വിളിക്കാനാണ് ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടത് എന്ന് റബീ ഇബ്നു ആമിർ റളിയല്ലാഹു പറയുന്നു. ജാഫർ ഇബ്നു അബീ ത്വാലിബ് നേഗസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുന്നു, ഞങ്ങൾ ബിംബാരാധകരായിരുന്നു, ഞങ്ങൾ ശവന്തീനികളായിരുന്നു, കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരായിരുന്നു, ഞങ്ങൾ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു, അനാശാസ്യ പ്രവണതകളുടെ ചുക്കാൻ പിടിച്ചിരുന്നു, ഞങ്ങളുടെ കൽബകം വൃത്തികേടിന്റെ കേന്ദ്രമായിരുന്നു. അങ്ങനെ അള്ളാഹു ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുകയുണ്ടായി. ഗിബ്ബന്റെ റോമൻ എംപയർ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ യൂറോപ്പിലെ ബർബറുകളുടെ കുത്തഴിഞ്ഞ ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് നബി എന്ന ലോക പ്രവാചകൻ, അന്തിമ പ്രവാചകൻ, സ്ത്രീ വിമോചകൻ, നീതിയുടെ കാവലാൾ, ദാമ്പത്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ നുകർന്നു തന്ന പ്രേമത്തിന്റെ വിശ്വാചാര്യൻ, സ്നേഹിക്കേണ്ടതെങ്ങനെയെന്നും ആദരിക്കേണ്ടതെങ്ങനെയെന്നും ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാര്യൻ, കച്ചവടത്തിന്റെ നേരും നെറിയും ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാര്യൻ, യുദ്ധത്തിന്റെ നേരും നെറിയും ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാര്യൻ, ആദർശത്തിന്റെ മഹിമ ലോകത്തിന്റെ നെഞ്ചിലേക്ക് ആഴമേറിയ സ്വാധീനം സൃഷ്ടിച്ച, അക്ഷരക്കൂട്ടുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വിശ്വാചാര്യൻ പ്രൊഫറ്റ് മുഹമ്മദ്. അതെ, ലോകപ്രസിദ്ധനായ ആ പ്രവാചക തിരുമേനി ഒരു വിശ്വാസത്തിലേക്ക് ലോകത്തെ ക്ഷണിച്ചിരുന്നു. ആശ്ചര്യമായിരുന്നു മക്കയിലെ വാസികൾക്ക്. അതുകൊണ്ട് മക്കവാസികൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്താ ചോദ്യം അറിയാള്? കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. മുഹമ്മദ് നബിയുടെ കടന്നുവരവ് അബൂജഹൽ അത്ഭുതമായിരുന്നു. അബൂജഹൽ അത്ഭുതപ്പെടാനൊരു കാരണമുണ്ട്. ഔലിയാക്കളെ വിളിച്ച് ആരാധിച്ച ആളായിരുന്നു അബൂജഹൽ. അമ്പിയാക്കൾക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് തേടാമെന്ന് വിശ്വസിച്ച ആളായിരുന്നു അബൂജഹൽ. അള്ള ഉണ്ട് എന്ന് വിശ്വസിച്ച ആളായിരുന്നു അബൂജഹൽ. അള്ളയാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ആളായിരുന്നു അബൂജഹൽ. മുഹമ്മദ് നബി അബൂജഹലിനോട് ചോദിച്ചു, അല്ല, മഴ പെയ്യിപ്പിക്കുന്നതിൽ നിങ്ങൾ പറയുന്ന ഔലിയാക്കൾക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. എല്ലാവർക്കും അറിയാം. അതെ, ഈ പ്രോഗ്രാമിന് ചെറിയൊരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് ഊഹിച്ചറിയാം. എല്ലാവരും കൽബറിഞ്ഞ് കയ്യറിഞ്ഞ് ദാനം ചെയ്യുക ദേവത്തിന് കേട്ടോ. അള്ളാഹു പറഞ്ഞത്, ഈ സമ്പത്ത് വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലി അൻഫുസികും വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിആ വജ്ഹി റബ്ബി. ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം. സിർറം വഅലാനിയ 35-ാം അധ്യായം 29-ാമത്തെ വചനം. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തോളി, നഷ്ടാവില്ല. പിന്നെ ഇതിനൊരു ഗുണമുണ്ട്. അന്നത്തെ പരിപാടിക്ക് അന്ന് പിരിച്ച് അന്ന് തന്നെ കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് ഒരു ചില്ലിക്കാശും കീശയിലിടാതെ മണ്ഡലം പ്രസിഡന്റ് കിടന്നുറങ്ങിയാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയം. എന്ത് സംഘടനയുടെ കയ്യിൽ കോടികൾ വരുന്നോ അന്ന് വലതും ഉണ്ടാവും. ഞാൻ അതിലേക്കൊന്നും പോകണം, എന്റെ മാറ്റർ അതല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ ഒരു പ്രക്രിയ തുടരട്ടെ. ഇഷ്ടത്തിനോട് എനിക്ക് പറയാനുള്ള അതാണ്. ആ സദസ്സിൽ പിരിക്കുന്നു, അവിടെ തന്നെ കൊടുക്കുന്നു. ഇവിടെ ഇപ്പം എന്താ ആവശ്യമോ? ക്യാമറക്കാർ കൊടുക്കണം, സൗണ്ട് സിസ്റ്റക്കാർ കൊടുക്കണം, സ്റ്റേജ് എട്ടികൾ കൊടുക്കണം, അതന്നെ പ്രാസംഗികർ കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. ഒരാളുടെ ആഗ്രഹിക്കലുമില്ല.
പലയിടത്തുനിന്ന് ഓൽക്കിട്ട് കിട്ടലുമില്ല, ഓലിട്ട് വാങ്ങലുമില്ല. അതൊരു പച്ച സത്യമാണ്, സംഘാടകർക്കും അറിയാം. പ്രസംഗിച്ചാൽ പിന്നെ സ്റ്റേജിൽ ഇറങ്ങുന്നതാണ്, പിന്നെ ഇങ്ങോട്ടേ പോയത് കാണൂല. കാരണം എന്താ? കാതലായ വശാണ് 26-ാം അധ്യായം 127 തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒറ്റ നമ്പർ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താ പറഞ്ഞേ? ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച സൂറത്ത് കഹ്ഫ് ഓതിയവരാ. സൂറത്ത് കഹ്ഫ് ഓതിയവര് ശരിക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു പോയിന്റ് പറയാം. വിശ്വാസത്തിലൂടെ വിശുദ്ധി. അതുകൊണ്ടാ എന്താ അർത്ഥം? എല്ലാരും വെച്ചോളി. ജമാഅത്തെ ഇസ്ലാമി അർത്ഥം വെച്ചോ, മുജാഹിദുകൾ അർത്ഥം വെച്ചോ, സമസ്ത അർത്ഥം വെച്ചോ, പോപ്പുലർ ഫ്രണ്ട് അർത്ഥം വെച്ചോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അർത്ഥം വെച്ചോ, പാണക്കാട്ട് തങ്ങന്മാർ അർത്ഥം വെച്ചോ. അന്റെ ചുറ്റട്ടത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനിനോട് താക്കീത് കൊടുക്കാൻ എന്താ പറഞ്ഞേ? ഏലിയാമ്മയോട്, അന്റെ ക്ലാസ് ടീച്ചറാ, ആ ടീച്ചറോട് പറയാൻ എന്ത്? ജോർജ് മാഷ് എടവണ്ണ GHS എനിക്കുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീത് കൊടുക്കാൻ, ആശംസ നേരാനല്ലോ. ശ്രദ്ധിക്കണേ, അള്ള പറയേണ്ട എന്താ? അള്ള എന്താ പറയണ്ടേ? ആശംസ നേരാനാണെങ്കിൽ അള്ളാഹ്ക്ക് അത് പറഞ്ഞ പോലെ അവിടെ അള്ള പറയുന്നത് ഓൽക്ക് താക്കീത് കൊടുക്കാൻ. ആശംസ നേർന്ന ഓലയിൽ നിന്ന് മാറുവോ? നിങ്ങൾ ആശംസിച്ചാൽ ഞാനതിൽ മുന്നോട്ട് അല്ലാതെ പുറകോട്ട് പോവോ? ആശംസ വിഷയത്തിൽ ലോകത്താരെങ്കിലും പുറകോട്ട് പോവോ? വേലായിടാ ഈ കള്ളുടിച്ചോണ്ട് എനക്ക് ആശംസ, അവൻ കള്ളുടിന്ന് മാറുവോ? ആശംസ നേരേണ്ടത് നന്മക്കാ. അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് വാദിക്കുന്നത് നന്മയാ ആണോ? 260 കോടി മനുഷ്യർ പറയുന്ന അള്ളാഹ്ക്ക് കുട്ടിയുണ്ട്, അള്ളാഹിന്റെ കുട്ടിയാണ് യേശു ക്രിസ്തു. എന്നിട്ട് അള്ളാഹ് എന്താ പറയുന്നത്? 18-ാം അധ്യായം 4-ാമത്തെ വചന. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾ, അതിന്റെ പേരിൽ അവർ സംഘടിപ്പിച്ച ഇബാദത്തുകൾ, ആഘോഷങ്ങൾ, അതിന് താക്കീത് കൊടുക്കാനാ, അവിടെ ചെന്ന് ആശംസ നേരാനല്ല. ദാറ്റ്സ് ഓൾ. അതിൽ അവസാനിപ്പിക്കാൻ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. എന്നിട്ട് അതിന്റെ താഴെ അള്ള എന്താ പറയുന്നത്? അതിന്റെ താഴെ അള്ള പറയാണ്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് നിങ്ങൾ വാദിക്കരുത് എന്ന് നബി അവരോട് പറഞ്ഞു. അപകടമാണ് എന്ന് പറഞ്ഞു. പറയാവുന്നതിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയ തിന്മയാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ നബിക്ക് വ്യസനം ഉണ്ടായി. നമ്മളോ ആശംസ നിറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. താക്കീത് കൊടുത്തവരോട് വെറുപ്പ്. ആർക്ക്? നെറ്റിത്തടം പള്ളിയിൽ വെക്കണ മുസൽമാന് ആശംസ നേർന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കട നേരെ കുതിര കയറുക. അള്ള നമ്മളോട് പറയണതോ ആശംസ അല്ലടോ, താക്കീത് കൊടുക്കുക. ഇത് ചിന്തിക്കുന്നവർക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്യും. ഈമാൻ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിലോ കാലത്തിൽ അള്ള പറഞ്ഞ 49-ാം അധ്യായം 14-ാമത്തെ വചന അർത്ഥം എന്താ? അറാബികളായ ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈമാൻ ഉണ്ട്. ഈമാനിലൂടെയാണ് വിശുദ്ധി. ഓർത്തോളിട്ടോ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക. ഈമാനിലൂടെയാണ് വിശുദ്ധി. അപ്പൊ അറാബികൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളായി. റസൂലുള്ളാഹി വിശ്വസിച്ചു. മുത്തുനബിയോടാ പറയുന്നത്. അറാബികൾ വന്നിട്ട് പറയാ കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുക്മിനു വലാകിൻ ഖൂലു അസ്ലംനാ, ഞങ്ങൾ മുഅ്മിനീങ്ങളായി. അപ്പൊ അല്ലാഹു വഹി ഇറക്കാണ്. കാരണം എന്താ? അറാബികളുടെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞുകൂടാത്തോണ്ട് അല്ലാഹു വഹി ഇറക്കി. ഇല്ലെങ്കിൽ നബി എന്താ പറയണ്ടേ? നിങ്ങൾ മുഅ്മിനായിട്ടില്ല മുസ്ലിമാന്ന് പറഞ്ഞോളി എന്ന് നബി അല്ലേ പറയണ്ടേ? അല്ലാഹ് ജിബ്രീലിനെ പറഞ്ഞേക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ആലോചിക്ക്. കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുക്മിനു വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. അപ്പൊ ഈമാൻ എവിടെയാ? തലപ്പാവിലാ? ഈമാൻ എവിടെയാ? ഇട്ട ജുബ്ബയിലാ? ഈമാൻ എവിടെയാ? നീണ്ട താടിയിലാ? ഈമാനിന്റെ കേന്ദ്രം ഹൃദയ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു അവിടെ ഈമാൻ കടന്നിട്ടില്ല. അപ്പൊ ഈമാൻ അവിടെ കടന്നിട്ടില്ലെങ്കിലും മുസ്ലിമായി പരിഗണിക്കും. ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് വന്ന ഒരാളെ. നല്ലൊരു പോയിന്റാ, ചിന്തിച്ചോളി. അസ്സലാമു അലൈക്കും എന്ന് AP സുന്നിനോട് നമ്മൾ പറയുന്നത് അതുകൊണ്ടാ. EK സുന്നിനോട് പറയുന്നത് അതുകൊണ്ടാ. എന്തുകൊണ്ട്? ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന സിദ്ധാന്തത്തിന്മേൽ. കാരണം ഈമാൻ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടില്ല, മുസ്ലിമാന്ന് പറഞ്ഞോട്ടെ അറിഞ്ഞല്ലോ. അതെ, അപ്പോ ആ പേരിലും ആ
സമൂഹത്തിലും ആ മഹലിലും നിസ്കരിക്കാത്തവനെയും നമ്മൾ മുസ്ലിമായി എന്നാ കാണുന്നത്. ഓൻ മരിച്ചാലും മുസ്ലിം മരിച്ചെന്ന് തന്നെ നമ്മൾ പറയുന്നത്. പക്ഷെ മുക്മിൻ മരിച്ചെന്ന് പറയാൻ കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കേണ്ടതുണ്ട്, ആവേണ്ടതുണ്ട് എന്ന് അള്ളാഹ്. ഇനി ആലോചിക്കുക, ഈമാനിൽ ദുൽമ കലർന്നാൽ എന്ന് പറയുന്നു ഖുർആൻ. എന്താ ഈമാനില്, വിശ്വാസത്തിൽ ദുൽമ? ഞാനിവിടെ സ്ത്രീകളെ കാണുന്നുണ്ട് കുറെ. നിങ്ങൾക്ക് ഒറ്റ പോയിന്റ്, നിങ്ങൾ വീട്ടിലെ അതിഥികൾ വരും, അതിഥികൾ വരുമ്പോൾ നിങ്ങൾ സേമിയ പായസം ഉണ്ടാക്കും, പാൽപ്പായസം ഉണ്ടാക്കും, ചെറുപയറിന്റെ പായസം ഉണ്ടാക്കും. പോട്ടെ, ഒരു നല്ല പാൽപ്പായസം ഉണ്ടാക്കി ഒരു ചെമ്പ് നിറയെ, അതിൽ സ്വന്തം മകൻ മണ്ണെണ്ണ കൊണ്ടുപോയി ഒഴിച്ച്, കുട്ടിയാണ് അറിഞ്ഞൂടാ, ആ പായസം പിന്നെ നിങ്ങൾ എടുക്കൂല. അതുപോലെയാണ് ആ പായസത്തിൽ എന്തൊക്കെ ഉണ്ടാവും? അണ്ടിപ്പരിപ്പ് ഉണ്ടാവും, മുന്തിരി ഉണ്ടാവും, വേറെ പലതും ഉണ്ടാവും, പഞ്ചസാരയുണ്ട്, പാലുണ്ട്. എന്നാലും ആ ചെമ്പോടൊക്കെ നമ്മൾ ആ പായസം എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. ഇതുപോലെ അള്ളാഹ് പറയാണ്, ഈമാനിൽ ദുൽമ കലർന്നുകൊണ്ട് മഞ്ചേരിയിൽ ഒരു ഉസ്താദ് മത്സരയിലെത്തിയാൽ, ലഘൂകരനാട്ടോ, ആർക്കും മനസ്സിലാവും. ഈമാനിൽ ദുൽമ കലർത്തിക്കൊണ്ട് മഞ്ചേരിയിൽ നിന്ന് ഒരു ഖതീബ് അള്ളാന്റെ കോടതിയിൽ വന്നാൽ, അള്ളാഹ് പറയാ, 5 നേരം നിസ്കാരത്തിന് നേതൃത്വം നൽകിയ നല്ല ഖിറാഅത്തുള്ള ഉസ്താദാണ് അവിടെ വന്ന്. എവിടെ? ആഖിറത്തില്. അതെ, പിന്നെയോ ഒരുപാട് ഹജ്ജ് ചെയ്ത ഉസ്താദാണ് വന്ന്. ഒരുപാട് ആളുകൾക്ക് പലതും പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദാണ് അവിടെ വന്ന്. ഒരുപാട് വക്ത് നിസ്കരിച്ച ഉസ്താദാണ് അവിടെ വന്ന്. പക്ഷെ നരകത്തില. എന്താ കാരണം? ഈമാനിൽ ഉൽമ കലർന്നു, നിക്കാബ് ധരിച്ച്, നല്ല പർദ്ദയൊക്കെ ഇട്ട് ഉസ്താദിന്റെ ഭാര്യയായി, കണ്ട ദർഗയില് മുഴുവനും പോയി. അങ്ങനെയാണ് പരലോകത്തെത്തുന്നത്. ഒരുപാട് ഖുർആൻ ഓതി, പക്ഷെ നരകത്തില. എന്താ കാരണം? ഈമാനിൽ ഉൽമ കലർന്നു, പായസത്തിൽ വിഷം ചേർന്ന പോലെ. അല്ലെ? ലോകത്തെ സൂറത്ത് യൂസുഫ് നിന്നൊരു വചനം കേട്ടോളീട്ടോ. സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ വചനം എന്താ അറിയോ? വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെ? അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നുകൊണ്ട്. അല്ലാട്ടോ പറഞ്ഞ മുജാഹിദ് വാൽശേരോ വിഷ്ടമൊന്നല്ല. എന്താ പറഞ്ഞത്? വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ്. വമാ യുക്മിനു വിശ്വസിക്കുന്നില്ല, അക്സറുഹും ബില്ലാഹ് ഭൂരിപക്ഷവും അല്ലാഹുവിനെ കൊണ്ട്. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? ഇല്ലാ വഹും മുശ്രികൂൻ, അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അഥവാ 800 കോടിയിലെ ഭൂരിപക്ഷവും ദൈവവിശ്വാസിയാണ്, പക്ഷെ ശിർക്കോട് കൂടിയുള്ള വിശ്വാസം. ഈ പോയിന്റ് ഒന്നാമത്തെ പോയിന്റ്. 2 സൂറത്ത് അൻആമിലാണ് 6-ാം അധ്യായം 82-ാമത്തെ വചനം. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും. ശരിക്കും ഓർക്ക്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലാഹ് എന്താ പറയുന്നത്? 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 82-ൽ അല്ലാഹ് എന്താ പറയുന്നത്? ഈമാനിൽ ദുൽമ കലർന്നാൽ, ഈമാനിൽ ദുൽമ കലരാതെ, ശിർക്ക് വരാതെ ഒരാള് പരലോകത്തെത്തിയാൽ ഓന് നിർഭയത്തുണ്ട് എന്നാ. മതം നിർഭയത്വമാണ്, സ്റ്റേജിൽ നിർഭയത്തല്ല. പ്രമേയം അവതരിപ്പിക്കുന്ന സ്റ്റേജ് പോലും പരസ്പര നിർഭയത്തല്ല. അങ്ങനത്തെ ഒരു മതത്തെക്കുറിച്ചല്ല പറയുന്നത്. അല്ല, പിന്നെ എങ്ങനത്തെ മതത്തെക്കുറിച്ചാ പറയുന്നത്? നോക്കൂ, നിങ്ങൾ ആലോചിച്ചു. ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. സൂറത്ത് ഖുറൈശില ഫലിയഅ്ബുദു, നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാ? റബ്ബ ഹാദൽ ബൈത്ത്. അല്ലേ? ഫലിയഅ്ബുദു ഹാദൽ ബൈത്ത് എന്നല്ല, ഈ ബൈത്തിനെയാണ് ആരാധിക്കേണ്ടതല്ല. കാബത്തിന്റെ നാഥനെ, അജറുൽ അസ്വദിനെ അല്ല, കാബത്തിന്റെ നാഥനെ. ഇന്ന അവ്വല ബൈത്തിൽ മുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. സൂറത്ത് ആൽ ഇംറാൻ 96, 97 വചന. അള്ളാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ കഅബാലയം. വൈദി യർഫ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബന 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 റബ്ബന. അല്ലേ? എത്ര സ്ഥലത്ത്? സൂറത്ത് ബഖറ 126, സൂറത്ത് ബഖറ 127, സൂറത്ത് ബഖറ 128, സൂറത്ത് ബഖറ 129, സൂറത്ത് ഇബ്രാഹിം 35, സൂറത്ത് ഇബ്രാഹിം 35, 25-ാം അധ്യായം 74, റബ്ബന റബ്ബന റബ്ബിക ആതൈതനി 12-ാം അധ്യായം 101, എക്സെട്രാ എക്സെട്രാ. എത്ര സ്ഥലത്താന്ന് പറയുന്നു റബ്ബന റബ്ബന. അല്ലാഹുമ്മ. ഒരു ഔലിയില്ല സ്ഥാനത്ത്, റബ്ബിന്റെ സ്ഥാനത്ത് ഒരു നബി ഇല്ല, റബ്ബിന്റെ സ്ഥാനത്ത് ഒരു വലിയില്ല. ഇല്ല, രക്ഷ തേടുന്ന ഒരിടത്തും റബ്ബന റബ്ബിക് റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ വേറൊന്നില്ല, കാണാൻ സാധ്യമല്ല. 114 അധ്യായത്തിൽ ഒരിടത്ത്. ആയത്തിലേക്ക് തിരിച്ചു വാ. അതായത്
ഭയമില്ലാതെ പടച്ചോനെ കണ്ടുമുട്ടാൻ കഴിയാതിരിക്ക ശിർക്ക് ചെയ്യാത്ത ആൾക്കാ. ഒരു ഉദാഹരണം, ഒരു മനുഷ്യനെ കൊണ്ടുവരും പരലോകത്ത്. ഒരു മനുഷ്യനെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചിട്ട് ആ ചങ്ങലയുടെ അറ്റം നോക്കത്താ ദൂരത്ത് കാണാൻ പറ്റില്ല, അത്രയും. അപ്പൊ അള്ളാഹ് അടിമയോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അദ്ദേഹം അള്ളാഹിനോട്, ഈ ചങ്ങല കണ്ടറിഞ്ഞൂടെ, ഒന്നും പറയാനില്ലാന്ന്, അത്രയും വലിയ പാപിയാ ഞാനേ, എനിക്ക് രക്ഷയില്ല. അപ്പൊ അള്ളാഹു ഒരു പിതാക്ക, ഒരു പതാക്ക, ഒരു കാർഡ്. ശരിക്കും ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ സ്റ്റേജിലേക്ക് നോക്കിയേ, ഇങ്ങനെ ഒരു കാർഡ് എടുത്തിട്ട് ആ അടിമന്റെ നേരെ അള്ളാഹു തആല അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് അനുയോജ്യമായ വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കാർഡ് കാണിക്കും ആ മനുഷ്യന്റെ മുമ്പിൽ. എത്രയോ പാപം ചെയ്ത് ചങ്ങലൊക്കെ ബന്ധിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാർഡ്, നമ്മുടെ ഈ ആധാർ കാർഡ് കാണിക്കുന്ന പോലെ ഒരു കാർഡ്. ഇത് കാണിച്ചിട്ട് അള്ളാഹ് പറയുക, ഈ ഒരൊറ്റ കാരണം കൊണ്ട് നീ സ്വർഗത്തിലാണ്. ആ കാർഡിൽ എന്താ ഉള്ളത്? ആ കാർഡിൽ എന്താ ഉള്ളത്? ഷഹാദത്ത് കലിമയാണ്. അള്ളാഹുവിൽ പങ്കെടുത്തിട്ടില്ല നീ, ബാക്കി തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിന്നെ സ്വർഗത്തിലിടുകയാണ്. ചിന്തിക്ക്, തൗഹീദിന്റെ പ്രാധാന്യം ചിന്തിക്ക്. ബാക്കി എന്തുണ്ടായിട്ട് കാര്യമല്ല, ഇതില്ലെങ്കിൽ. അപ്പൊ പിന്നെ ഏറ്റവും ഗൗരവേദ, ഇന്നലെ നമ്മുടെ വല്ലപ്പുഴയില് പരിപാടി കഴിഞ്ഞപ്പോൾ രണ്ടാളിനെ തടുത്ത് വെച്ച്, വേറൊന്നും കണ്ടല്ല, അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേര്, മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേര്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ച ഒരൊറ്റ ചോദ്യമല്ലോ, അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപം ഏതാ എന്നൊറ്റ ചോദ്യം. അള്ളാഹ് പറയാ 4-ാം അധ്യായം 48-ാമത്തെ വചനം, 4-ാം അധ്യായം 116-ാമത്തെ വചനം, 5-ാം അധ്യായം 72-ാം വചനം, 39-ാം അധ്യായം 65-ാമത്തെ വചനം. ഈ ഇത്രയും വചനത്തിൽ അള്ളാഹ് പറയാ ഒരിക്കലും പൊറുക്കൂല. എന്ത്? അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത്. അതിന് താഴെയുള്ള എന്തോ അള്ളാഹ് പുറത്തു കൊടുക്കുന്നു. ഗൗരവമില്ലാതെ പോയി നമ്മുടെ സമുദായത്തിന്. നമ്മളിവിടെ മദ്യത്തെ കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതൊക്കെ ഒഴിവാക്കിയ ഒരാള്. പക്ഷെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ഒഴിവാക്കിയില്ല. ഓൻ കഞ്ചാവ് ഒഴിവാക്കിയിട്ട് കാര്യമില്ല, ഓൻ ആകെ അടിച്ച് പേട്ടവെള്ളം കുടിച്ച് ഇടയും കിടന്നോട്ടെ. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വ്യഭിചരിക്കേ, കള്ളുടിക്കേ, പെണ്ണിടിക്കേ, കൊല്ലേ, എന്തും ചെയ്യാം. പിന്നെ പരലോകത്ത് രക്ഷയില്ല. നിങ്ങളിത് ഇതൊക്കെ ഒഴിവാക്കി മൊയ്തീൻ ഷെയ്ഖിനെ വിളി മാത്രം നിലനിർത്തി, സ്വർഗത്ത് പോവില്ല. ഇത് തമാശ കളിച്ച് പറയാൻ പറ്റില്ല. അത് ഇങ്ങനെ വളച്ച് വെച്ച് ഇങ്ങനെ പിടിക്കാനൊന്നും എനിക്ക് ഏതായാലും വയ്യ. ഞാൻ എല്ലാവരോടും തുറന്നു പറയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഒരു ബ്രീഫ് ചരിത്രം ഖുർആനിലുണ്ട്. ആ ചരിത്രത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവരുടെ ചരിത്രമുണ്ട്. എന്നാൽ കേരളത്തിലെ സമസ്തയെ പോലെ മാനവ ചരിത്രത്തിൽ റബ്ബിനോട് അപരാധം ചെയ്ത ഒരു ജനത മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഫിറൗനെ അതിന് പകരാക്കാൻ പറ്റില്ല, അബൂജഹലിനെ ഇവരെ പോലെ ആക്കാൻ പറ്റില്ല. അതിനേക്കാൾ കടുപ്പത്തിലെ ശിർക്കും കുഫറും ഈ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്തറിയോ, ഞാൻ ഖുർആനിലെ 17-ാം അധ്യായത്തിൽ നിന്നൊരു വചനം ഉദ്ധരിക്കുക. ഈ വിഷയത്തിന്റെ മർമ്മം ഏത്? വിശ്വാസത്തിലൂടെ വിശുദ്ധി എന്ന വിഷയത്തിന്റെ മർമ്മം എന്താ അറിയോ? ഇത് മുഴുവനും ഖുർആന്റെ വചന. ഇതെല്ലാം പറയാനുള്ള സമയമല്ല, സമയം ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ തുടങ്ങണേ. അതുകൊണ്ട് വളരെ ചുരുക്കി ഞങ്ങളോട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അലം തറ കൈഫ റബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസജറത്തിൻ ത്വയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിലെ 24 പറയാൻ, ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ. അതായത് ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു പെണ്ണായിക്കോട്ടെ ഒരാണായിക്കോട്ടെ, മുഅ്മിനത്തായിക്കോട്ടെ മുഅ്മിനായിക്കോട്ടെ, ഓല അവസ്ഥ അല്ലാഹ് പറയാണ് ഒരു മരത്തെ പോലെയാണ്. ഒരു ഈമാനുള്ളവന്റെ ഉദാഹരണം ഒരു മരത്തെ പോലെയാണ്. അങ്ങനെ പറയാ, ചുരുക്കി പറയാണ്, വേഗം മനസ്സിലാക്കാൻ. ഇവിടെ ഏത് നാടൻ മനുഷ്യന്മാർക്ക് മനസ്സിലാവണം. ഒരു ഹൈന്ദവ സഹോദരൻ ഇത് കേൾക്കേണ്ട അയാൾക്ക് മനസ്സിലാവണം, ഒരു ക്രിസ്ത്യാനിത് കേൾക്കേണ്ട അയാൾക്ക് മനസ്സിലാവണം, ഒരു യുക്തിവാദി ഇത് കേൾക്കേണ്ട ഒരു മനസ്സിലാവണം, ഒരു EKPO ഇവിടെ ഇരുന്ന് കേൾക്കേണ്ട ഓന് മനസ്സിലാവണം, ഒരു തനി നാടൻ കടല വെക്കുന്ന ഒരു കാക്ക ഈ നാട്ടിലുണ്ടോ അയാൾക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാറ്റർ പറയാണ്, ഒരു യഥാർത്ഥ വിശ്വാസി ഒരു മരത്തെ പോലെയാണ്. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ വേരുകൾ ആകാശത്തിലെ, അതിന്റെ വേരുകൾ ഭൂമിയുടെ അടിയിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ മരം ഒരു കാറ്റുകൊണ്ട് പിന്നെ മറിഞ്ഞു പോകില്ല. ഏതുപോലെ 2 ജലപ്രളയം വന്നു, പക്ഷെ നമ്മുടെ നിലമ്പൂരിലെ തേക്ക് ഇന്നും അവിടെ ഉണ്ട്. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ തേക്കുകളിൽ ഒന്നാണ് നിലമ്പൂരിലെ തേക്ക്, എല്ലാവർക്കും അറിയാം. അതിന്റെ വേരുകൾ ആകാശം, അതിന്റെ ശാഖകൾ ആകാശമുട്ട് പടർന്നു വന്നലിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിന്റെ വേരുകൾ
ഭൂമിയുടെ അടിയിലേക്ക്. ഇതൊരു ഉദാഹരണമാണ്. അല്ല പറയാണ്, ഒരു യഥാർത്ഥ മുഅ്മിൻ വിശ്വാസം കൊണ്ട് ഭയങ്കര കരുത്തുള്ളവനാ. ചെറിയ പരീക്ഷണം, വലിയ പരീക്ഷണം, എല്ലാ നിലക്കുള്ള പരീക്ഷണം അവന്റെ നേരെ വന്നാലും അവൻ അള്ളാനെ വിട്ടിട്ട് വേറൊരുത്തിലേക്ക് ചലിക്കൂല. കുട്ടികളില്ല, CM വലിയുള്ളതിലേക്ക് പോകൂല. രോഗം വന്നു, അയലക്കാട്ടേക്ക് പോകൂല. അത് പോകാത്ത ഒരാളാണ് മഹാനായ പ്രവാചകന്മാർ മുഴുവൻ. ഞാൻ ആ ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോ അവരെങ്ങനെ നന്നായി, അവരെങ്ങനെ മുത്തക്കികളായി, അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലയിലാണ്. ഒന്നുകൂടെ ഓർക്കണം, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവസാനിച്ചിടത്ത് അർത്ഥം വെച്ച് വരി. അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. ആയത്ത് അവസാനിക്കുന്ന വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്ന അറബികളെ, അർത്ഥം വെച്ചോളൂ, വ്യക്തമായ വഴികേടിലായിരുന്ന അറബികളെ ആയത്തോതി ഹദീസ് പഠിപ്പിച്ച് മുഹമ്മദ് നബി സംസ്കരിച്ചെടുത്തു. അവരാരായിരുന്നു? ഈ രണ്ട് പ്രക്രിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കുന്നതിന് മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. കല്ലും മുള്ളൊക്കെ അവർ ആരാധിച്ചിരുന്നു. സൂര്യനെ ആരാധിച്ചിരുന്നു, ചന്ദ്രനെ ആരാധിച്ചിരുന്നു, നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു, ജിന്നിനെ ആരാധിച്ചിരുന്നു, മലക്കുകളെ ആരാധിച്ചിരുന്നു, ഔലിയാക്കളെ ആരാധിച്ചിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമുടിയിരുന്നു, തമ്മിൽ തല്ലിയിരുന്നു, കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചിരുന്നു. ഇസ്ലാം ആയതിനു ശേഷം അംശം ഹൃദയത്തിലുണ്ടായിരുന്നു. ഇങ്ങനൊക്കെ ജീവിച്ച അവരുടെ റസൂലെ എങ്ങനെ നന്നാക്കി? കപ്പപ്പാട്ട് പാടിയില്ല, കുപ്പിപ്പാട്ട് പാടിയില്ല. ഒരു ഉസ്താദിന്റെ പ്രസംഗം അറിയാം, മാലകളുടെ കാലം, മാലപ്പാട്ടുകളുടെ കാലം, നഫീസത്ത് മാല ചൊല്ലി പ്രസവിക്കുന്ന കാലം. അയാൾക്ക് ഏറ്റവും നല്ല കാലം അതാ. നമുക്കോ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, അതിനടുത്ത തലമുറയാണ്, അതിനടുത്ത തലമുറയാണ്. അവരെങ്ങനെ നന്നായി? അവരെങ്ങനെ നന്നായി? ഖുർആൻ കൊണ്ട് നന്നായി, സുന്നത്ത് കൊണ്ട് നന്നായി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. സൂറത്ത് മുഹമ്മദിലെ 24. എന്താ ഒരു ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്താ ഒരു ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഖുർആൻ നമ്മൾ ഓതുമ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സഹിക്കുന്നില്ല. അയാളെ ക്ലിപ്പൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് നമ്മൾ ഖുർആനും ഹദീസും പറയുന്നത് സഹിക്കില്ല. പക്ഷെ അള്ളാഹ് നമ്മളോട് പറയുന്നത് ഖുർആൻ ഓതിയിട്ട മനുഷ്യരെ നന്നാക്കണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഖുർആൻ ഓതും തോറും കാന്തപുരത്തിന് ദേഷ്യം പിടിക്കുക. കാന്തപുരം പറയാണ്, മുജാഹിദുകൾ എമ്പാടും ഖുർആൻ ഓതും, 2 മണിക്കൂർ പ്രസംഗിച്ച 100 കണക്കിന് ആയത്ത് ഉദ്ധരിക്കും. എന്നിട്ട് കാന്തപുരം പറയാണ്, നമ്മളോ സമസ്തയോ 2 മണിക്കൂർ പ്രസംഗിച്ച 1 or 2 പിന്നെ കള്ളക്കഥകൾ പറയുന്ന അവര് പറയുന്നത്. ചിന്തിച്ചു നോക്ക്. അള്ളാഹ് നമ്മളോട് പറയണതോ? അപ്പൊ അള്ളാഹ് എന്നോട് പറഞ്ഞത് എന്താ അറിയങ്ങള്? ഖുർആനില് വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. മഞ്ചേരിയിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് ഈ ഖുർആൻ ഓതിയാ മതി അള്ളാഹ് പറഞ്ഞ ഖുർആന്റെ 8-ാം അധ്യായം 2-ാമത്തെ വചനം പടച്ചോനാ പറയുന്നത്. ഖുർആൻ ഓതി കൊടുത്താൽ സാദത്തുഹും ഈമാന. അൽ ഈമാനു യസീദു വയൻകുസു. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. നമ്മുടെ സബ്ജക്ട് എന്താ? ഈമാനിലൂടെ വിശുദ്ധിയിലേക്ക്, ഈമാനിലൂടെ തസ്കിയത്തിലേക്ക്. നമ്മുടെ മാറ്റർ അതാ. ഈമാൻ ഉണ്ടാകണമെങ്കിലോ ആയത്തോതി കേൾപ്പിച്ചാലേ ഈമാൻ ഉണ്ടാവും. ഉക്കാലയിലും ദുൽമജാസിലും മജന്നായിലും കഅബത്തിന്റെ അടുത്തും അള്ളാന്റെ റസൂൽ ഖുർആൻ ഓതി. അപ്പൊ വഖാല റസൂൽ, അപ്പോ എന്താ കാഫിറുകൾ പറയുന്നറിയോ? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. മുഹമ്മദ് നബി ഖുർആൻ ഓതുന്നത് കേൾക്കരുത് എന്ന് മൗലവിമാർ പറഞ്ഞ പോലെ തന്നെ തഖ്ദീറുൽ ഇഖ്മാൻ ബിൻ തർജമത്തിൽ ഖുർആൻ എന്നുള്ള കണ്ടന്റ് ഉൾക്കൊള്ളുന്ന ആശയം ആദ്യം അവതരിപ്പിച്ച അബൂജഹല, പിന്നെ അവതരിപ്പിച്ച ഒരു മുസ്ലിയാരാ. തമാശല്ല, ഖുർആനാ പറയുന്നത്. 41-ാം അധ്യായം 26 എടുത്ത് വായിച്ചു നോക്കി. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഖുർആൻ ഉച്ചരിച്ച് പ്രസംഗിക്കുന്നിടത്ത് നിങ്ങൾ കേൾക്കാൻ പോകരുത്, കൂക്കി ബഹളം ഉണ്ടായിക്കൊള്ളി. എന്റെ അനുഭവം ഞാൻ പറയാ. കേരളത്തിൽ ഇന്ന RSS കൂക്കിയിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ട് പ്രസംഗിച്ചപ്പോ RSS കൂക്കിയിട്ടില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കൂക്കിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ APK സുന്നികൾ കൂക്കിയിട്ടുണ്ട് ഖുർആൻ ഓതുന്നിടത്ത്. അപ്പൊ വക്കാലല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ അതാരാ അന്ന്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാനിത് പറയുന്നത് നെല്ലും പതിനും വേർതിരിക്കുന്നത് ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നമുക്ക് ഈ സമ്മേളനം പിരിയാൻ. നമ്മൾ എന്തിനാണ് ഈ ഭൂമുഖത്ത് വന്നത്? അല്ലാഹ് പറയാൻ, നോക്കൂ, ലഖദ് മന്നല്ലാഹു
അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു നബി. സൂറത്ത് ആൽ ഇംറാൻ 164. ആ നബി എന്തിനാ വന്നത്? നിങ്ങളെ സംസ്കരിക്കാനാ. ഇബ്രാഹിം നബി എത്ര സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ദുആ ചെയ്ത എന്താ? റബ്ബനാ വബഅസ ഫീഹിം റസൂല, അല്ലാഹുവേ ഒരു റസൂലിനെ നിയോഗിക്കണേ. ഖുർആൻ ഓതിക്കൊടുക്കുന്ന, സുന്നത്ത് ഓതിക്കൊടുക്കുന്ന, അല്ലാണ്ട് മൊഹിദീന്മാരെയും കപ്പപ്പാട്ടും കുത്തുബിയത്തും അല്ല, ഖുർആനും സുന്നത്തും ഓതിക്കൊടുക്കുന്ന. നമ്മൾക്ക് ചിന്തിച്ചുകൂടെ? നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നമുക്ക് എന്താ സംഭവിക്കുന്നത്? മുടിയൊന്നും കളയാതെ വിളയാതെ ചൊന്നോർക്ക് മണിമേട സ്വർഗത്ത് ന്യായം കൊടുക്കുന്ന, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ മൊഹിദീന്മാരെ ചെല്ലിയ സ്വർഗം കിട്ടും. അങ്ങനാണെങ്കിൽ ആ സ്വർഗം മുഹമ്മദ് നബിക്ക് പോലും കിട്ടൂലല്ലോ. അങ്ങനെ മൊഹിദീന്മാരെ വള്ളിക്ക് പുള്ളിക്ക് ജീവിതത്തിൽ ഒരിക്കലും ചെല്ലാത്ത ആളാണ് മുഹമ്മദ് നബി. അപ്പൊ ആ സ്വർഗം മുഹമ്മദ് നബിക്ക് കിട്ടുമോ? നിങ്ങൾ ചിന്തിക്കേ. അബൂബക്കർ സിദ്ദീഖിന് കിട്ടുമോ? ഉമർ ഇബ്നുൽ ഖത്താബിന് കിട്ടുമോ? നേരെ മറിച്ച് ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലോ നരകം കിട്ടും, സ്വർഗത്ത് കിട്ടൂല. അതെവിടെയാ പറയുന്നത്? 20-ാം അധ്യായം 124 പറയുന്നത്. ഖുർആനെ പഠിക്കാതെ തെറ്റിച്ച് കളഞ്ഞാൽ, അതിലേക്ക് ചെവി കൊടുത്തിട്ടില്ലെങ്കിൽ അന്ധനായിട്ട് പരലോകത്ത് വരും. മാത്രമല്ല റസൂലുള്ളാഹിന്റെ പരാതിയോ, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അകന്ന കോടിയിലേക്ക് തള്ളി തമ്പുരാനെ. 25-ാം അധ്യായം 30. ഖുതുബിയത്തിനെ ഒഴിവാക്കി എന്നല്ല, മഞ്ഞക്കുളം മാല ചെല്ലിയില്ല എന്നല്ല, കപ്പപ്പാട്ടി ചെല്ലിയില്ല എന്നല്ല, ബുർദ ബൂസീരി ചെല്ലിയില്ല എന്നല്ല. ബുർദത്തിൽ ബൂസീരി എഴുതിയെടുത്ത പോലെ പറഞ്ഞെന്തറിയോ? അത് അർത്ഥം പഠിക്കൽ നിർബന്ധ. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആന്റെ 16-ാമത്തെ പേജിൽ എന്താ പറയണറിയോ? ഓതൽ എന്ന നിർബന്ധം ഫാത്തിഹയല്ലു, അത് അർത്ഥം പഠിക്കേണ്ടതില്ല. ബൂസീരിയുടെ ബുർദ അർത്ഥസഹിതം പഠിക്കണമെന്നും ഖുർആൻ പഠിക്കേണ്ടതില്ലെന്നും പറയുന്ന ഒരു കൗമിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ടും നിങ്ങൾക്ക് ഓരോട് സ്നേഹം തോന്നുന്നുണ്ടോ? എങ്കിൽ ഈമാനിൽ പുഴുക്കുത്തുണ്ട്. ഇന്ന് ഇബ്രാഹിം നബി ജീവിച്ചിരുന്നെങ്കിൽ ഇബ്രാഹിം നബി ലോകത്തെ ഏറ്റവും വെറുക്കുന്ന ഒരു ടീം സമസ്തയായിരിക്കും. ഇബ്രാഹിം നബി ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അതെന്താ? അല്ല പറയുന്നു ഇബ്രാഹിം നബി അങ്ങനെയായിരുന്നു. അല്ല പറഞ്ഞു. വായിച്ചില്ലേ ഖുർആനായത്ത്? വായിച്ചിട്ടില്ല? ഇന്ന് ഇബ്രാഹിം നബി ജീവിച്ചിരുന്നാൽ സമസ്തയോട് ഇബ്രാഹിം നബി ഇങ്ങനെ പെരുമാറുക എന്ന് അല്ല പറയുന്ന ഒരു ഖുർആൻ വചനമുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? കാരണം അന്ന് സമസ്ത ഉണ്ടായിരുന്നു ഇബ്രാഹിം നബിന്റെ കാലത്ത്. അതിന് മനസ്സിലാവുണ്ടോ? സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു ആദർശ കൂട്ടായ്മയുടെ പേരാണല്ലോ. ഒരു ആദർശം, ആ ആദർശമുള്ള കൂട്ടായ്മ അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പ്രസിഡന്റ് സെക്രട്ടറി അല്ല എന്നുള്ളതെന്ന് മാത്രം. ആശയം അതായിരുന്നു. അതേതാ ആശയം? നമുക്കൊന്ന് പരിശോധിക്കാം. 60-ാം അധ്യായം സൂറത്ത് മുംതഹന 4-ാമത്തെ വചനം. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഉത്തമമായ മാതൃക ഉണ്ട്. എന്തിന് മാതൃക? അദ്ദേഹത്തിന്റെ ഓഡിയൻസിനോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഇന്നാ ബുർആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ. അടുത്ത വാചകം എന്തറിയോ? കഫർനാ ബിക്കും. നിങ്ങൾ കുറെ ഔലിയാക്കളെ ആരാധിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കുറെ മഹാന്മാരെ ആരാധിക്കുന്നുണ്ടല്ലോ, കൊടുത്ത കൈകൊണ്ട് സായം കിട്ടും നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ വിളിക്കുന്ന കുറെ ആളുണ്ടല്ലോ, അവരെ ഞങ്ങൾ നിഷേധിക്കുന്നു, നിങ്ങളെയും ഞങ്ങൾ നിഷേധിക്കുന്നു. എന്നിട്ടോ വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഅ്ദാഹു അബദാ, നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും വിദ്വേഷവും ആദർശപരമായ ശത്രുതയും നിലനിൽക്കുന്നു. ഏതുവരെ? ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, പരിശുദ്ധമായ ഒരു അഖീദ നിങ്ങൾക്ക് രൂപപ്പെടുകയും നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുകയും. എന്താ അങ്ങനെ? ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്നത് വരെ. അപ്പം എന്താ നബിയിൽ വിശ്വസിക്കണ്ടേ? പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞ്? അഖീദയുടെ കാര്യത്തിൽ അള്ളാഹിനോടൊപ്പം വേറൊരു സൃഷ്ടിയെയും വെക്കാൻ പാടില്ല. ഞാൻ സമസ്തക്കാരോട് ചോദിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്തവരൊക്കെ ആരാധിക്കാൻ നിങ്ങൾ എങ്ങനെ അർത്ഥം കിട്ടി? നിങ്ങൾക്ക് എങ്ങനെ അർത്ഥം കിട്ടി? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പറഞ്ഞു എന്തറിയോ? അള്ളാഹിനെ വിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ആരാധിക്കാന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. അല്ല ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, പിന്നെ ആരാധനയൊക്കെ ബാക്കിയുള്ളവർ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? സാധുവായിട്ട് ചോദിച്ചാൽ ഞാൻ, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയത്? ഇനി നമ്മൾ ചിന്തിക്കാം, നമ്മുടെ മാറ്റർ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് ഇത് അവതരിപ്പിക്കുന്ന വൈജ്ഞാനികമായിട്ടാകണം എന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. വൈജ്ഞാനികം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോളുന്നില്ല. വൈജ്ഞാനികം തിരിയണമെങ്കിൽ ഒരു വിജ്ഞാനം വേണം, ഇരിക്കുന്നവർക്കും വേണം ഒരു വിജ്ഞാനം വിളമ്പുന്നതെന്നുള്ള തിരിച്ചറിവ്. അത് ഇല്ലെങ്കിൽ ഓൽക്ക് ആ പറയുന്നതുകൊണ്ട് ദേഷ്യ തോന്നുക. ഖുർആനിനേക്കാൾ മാത്രമായൊരു വിജ്ഞാനം അല്ല എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആ ഖുർആൻ കിടന്ന് കളിക്കുന്നത് മനസ്സിലായി. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ എൻ്റെ കുറ്റമല്ല. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശരിക്കും ആലോചിക്കാം. ഇപ്പോ
നമ്മൾ കേരളത്തിൽ മുസ്ലിം സംഘടനകൾ ഒരുപാടുണ്ട്. എന്താ അവരുടെ ദൗത്യം, എന്താ ലക്ഷ്യം? ഇപ്പൊ സംഘപരിവാരങ്ങൾ കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ എന്തിനാ സംഘപരിവാരം? വിചാരധാര എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിലവർ പറയുന്നത് മുസ്ലിങ്ങളില്ലാത്ത, ക്രിസ്ത്യാനികളില്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ഒരു ഇന്ത്യ. ഒന്നുകൂടി പറയാം, മുസ്ലിം മുക്ത, ക്രൈസ്തവ മുക്ത, കമ്മ്യൂണിസ്റ്റ് മുക്ത ഇന്ത്യ. അതവരുടെ ലക്ഷ്യമാണ്. കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യമുണ്ട് സർവരാജ്യ തൊഴിലാളികളുടെ ആധിപത്യം, മുതലാളിത്തത്തെ നശിപ്പിച്ച് സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ ആണ് അവരുടെ ലക്ഷ്യം, മെയിൻ ലക്ഷ്യം. എല്ലാ സംഘടനക്കുണ്ട് ലക്ഷ്യം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ലക്ഷ്യമുണ്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയാം. സമസ്തക്കൊരു ലക്ഷ്യമുണ്ട്. എന്താ? നമ്മളൊന്ന് കേൾക്കുക. സമസ്തയുടെ ലക്ഷ്യം എന്താന്ന് നമ്മളൊന്ന് കേൾക്കുക. സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത്, നമ്മൾ ശരിക്കും നമ്മളിപ്പോ ഐക്യസംഘം എന്തിനാ ഉണ്ടായത്? അതിനൊരു ലക്ഷ്യമുണ്ട്, എല്ലാവർക്കും അറിയാം. കൊണ്ടോട്ടിക്കൈ, കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് മുസ്ലിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് തർക്കിച്ച കാലത്ത് ഓല ഒന്നിക്കാൻ ഉണ്ടാക്കിയാണ് ഐക്യസംഘവും നിഷ്പക്ഷ സംഘവും ഒക്കെ. അതിനൊരു ലക്ഷ്യമുണ്ട്, സമ്മതിച്ചല്ലോ. പ്രവാചകന്മാരെന്തിനാ വന്ന്? പ്രവാചകന്മാരുടെ ദൗത്യത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് പേരോട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കേൾപ്പിച്ചത് എന്തിനാണ്? ബോൾഡാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സമസ്ത എന്തിനാ ഉണ്ടായത്? അത് പറയുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾ ഫസ്റ്റില് നിങ്ങളൊന്ന്, അതായത് ഇവിടെ ഞാൻ ക്ലിപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ ആ ക്ലിപ്പിൽ ലയിച്ച് ചേരണം. എന്നിട്ട് ഞാൻ പറയണേ, അയാൾക്ക് കൊടുക്കുന്ന പ്രതികരണത്തിലും നിങ്ങൾ ഇൻവോൾവഡ് ആയാൽ ഒരപാരമായ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടാതിരിക്കില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോക്ക്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാഹുവിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാഹുവിനെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാഹുവിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാഹുവിനെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. കേരളത്തിൽ സമസ്ത ഉണ്ടായത് എന്തിനാണ്? നബിയുടെ വഫാത്തിന് ശേഷം ശരിക്കും ചിന്തിച്ചോളണം. 500 കൊല്ലം കഴിഞ്ഞ് ജനിച്ച ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ ആരാധിക്കാൻ, എങ്ങനെ ആരാധിക്കാൻ? ആവേശപൂർവ്വം വിളിച്ച് ആരാധിക്കാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത്. ഒന്നുകൂടി പറയണ്ടായാല്, ഒരു വലിയ ജനസഞ്ചയത്തെ ഉണ്ടാക്കാൻ. അതാണ് കടപ്പുറത്ത് കൂടിയത്, അതാണ് മലപ്പുറത്ത് കൂടിയത്. കടപ്പുറത്തും മലപ്പുറത്തും രണ്ട് പുറത്തും കൂടിയത് ആരാണ്? മൊയ്തീൻ ശൈഖിനെ ആവേശപൂർവ്വം വിളിക്കാൻ പഠിപ്പിച്ച. അപ്പൊ സമസ്ത ഉണ്ടായത് എന്തിനാ? സമസ്ത ഉണ്ടായത് എന്തിനാ? എന്തിനാ? അള്ളാനെ വിളിക്കാനല്ല, പരലോകണ്ട് എന്ന് പറയാനല്ല, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചോളി എന്ന് പറയാനല്ല, സ്വഹാബികളെ അംഗീകരിച്ചോളി എന്ന് പറയാനല്ല, അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനല്ല, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളുടെ വഴിയിലൂടെ നടക്കാനല്ല. സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചന. അതൊന്നുമല്ല. പിന്നെ എന്തിനാ? മൊയ്തീൻ ശൈഖിനെ വിളിക്കാനാണ്. ഇനി ലഘുവായ ഒരു ചോദ്യം, ഏതെങ്കിലും ഇതൊരു പ്രസംഗാണല്ലോ, ഒരു ഉസ്താദിന്റെ പ്രസംഗമാണ് നിങ്ങൾ കേട്ടെ. ഞാൻ ചോദിക്കണത്, ഏതെങ്കിലും ഒരു നബി ഈ ഉസ്താദ് പ്രസംഗിച്ച പോലെ പ്രസംഗിച്ച ഒരു പ്രസംഗം ഖുർആനിൽ ഉദ്ധരിക്കാമോ? എന്താണ് 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 എന്താണ്? ഒരു നബി അങ്ങാടിയിൽ വന്നിട്ട് പ്രസംഗിക്കുക. എന്ത് എന്ത്? ഞാനിവിടെ വന്നത്, ഇന്ന അള്ളാഹ് അയച്ചത് ഇബ്രാഹിം നബിയെ എന്ന് ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു തലമുറയെ ഉണ്ടാക്കാനാണ് എന്നൊരു നബി പ്രസംഗിച്ചത് സമസ്ത ഉദ്ധരിച്ചാൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതാക്കന്മാർ അനുവാദമില്ലാതെ ഞാൻ പറയുന്നത് പിരിച്ചുവിടും. ഒരു നബി വന്നിട്ട് എന്താ പറയുന്നത്? കേട്ടോളൂ കേട്ടോളൂ. മഹാനായ നൂഹ് നബിയെ അല്ലാഹ് നിയോഗിച്ചു. എന്തിന്? നൂഹ് നബി എന്താ പറഞ്ഞത്? എന്നെ നിയോഗിച്ചത് എന്തിനാ? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻസിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ. എന്ത് വേദനാജനകമായ ഒരു ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകുന്നതിന് വേണ്ടി. എന്നിട്ടോ നൂഹ് നബി അല്ലാഹുവോട് പറയാണ്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. നൂഹ് നബി എന്തിനാ വന്നത്?
രാവും പകലും അള്ളാഹുവിലേക്ക് വിളിക്കാൻ. സമസ്ത എന്തിനുണ്ടായത്? രാവും പകലും മൊയ്തീൻ ഷെയ്ഖിലേക്ക് വിളിക്കാൻ. വ്യത്യാസം മനസ്സിലായോ? ഒന്ന് നരകത്തിലേക്കുള്ള പാർട്ടി, ഒന്ന് സ്വർഗത്തിലേക്കുള്ള പാർട്ടി. ഇതിങ്ങനെ പറയുന്നതിൽ ഒരു നിലക്കും മനസാക്ഷിക്കുത്ത് എനിക്ക് മരിക്കുന്നവരെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇസ്ലാമാണ് സത്യമെങ്കിൽ ശരിക്കും ചിന്തിച്ചോളി.